എന്താടാ മതിയായി പോയാ? ആ ചമ്മന്തി തീർന്നു പോയാ. നിനക്ക് വേണ്ടതാണോ പറയണ? അപ്പൊ 2 കപ്പ് കഴിച്ചപ്പോഴാടാ കൊള്ളാമ. റംബുട്ടാൻ എത്രയാണോ? റംബുട്ടാൻ വേണ്ട, ഇഷ്ടമല്ല. ഇതെടുത്താലേ അപ്പോഴാണ് പഴുത്താണ്, ചെറിയ പഴുപ്പാണ്. മറ്റാണെങ്കിൽ കൈ അകത്തേക്കില്ല, അല്ലാതാണ് നല്ല പഴുപ്പെന്ന് പറയുന്നത്. ആണല്ലേ? ദോശയാ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പറയണേ ഇല്ല ഞാൻ കൊണ്ടുപോയി. കൊച്ചിന് വേണോ ദോശ? ഞാനും ചോറ് മാത്രം. അവിടെ പൊന്നെടുക്കൂ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ പറയാത്ത? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നും പിള്ളേർ പോയി. ഇന്ന് അവർ വന്നിട്ട് ഇൻട്രോ എടുക്കാൻ നിൽക്കുന്നില്ല. എന്താണോ, വൈകുന്നേരം ഷൂട്ടുണ്ട് ഇവിടെ, വെബ് സീരീസ്. ഇന്നലെ ഞങ്ങൾ ആദ്യത്തെ ഇട്ടു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ. സീ വിത്ത് എലിസയിലുണ്ട്. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് അതിനകത്തെ പോരായ്മ? ആദ്യത്തെ അല്ലേ, ഇപ്പോൾ കുറേ പോരായ്മകളുണ്ട് അതിനകത്ത്. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നൊക്കെ ഒന്ന് പറയണേ. അല്ലേ, പറയണ്ടേ? സ്വരം കേൾക്കണില്ലേ? നമ്മുടെ കിളി വന്നതേ ഇവിടെ കളിക്കുക. ഒരാള് പുളിമരത്തേലും ഒരാളിവിടെ വന്നിട്ട് പോവുക. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കുറച്ച് ദിവസമായി റബേക്ക ഇടയ്ക്ക് ഇങ്ങനെ പറയും കപ്പയും കാന്താരിമുളക് ചമ്മന്തിയും ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കപ്പ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത്ര ഇഷ്ടമല്ല. കപ്പ ബിരിയാണി ഇഷ്ടമാണല്ലോ. കപ്പ ബിരിയാണി ഇഷ്ടമാണ്. അപ്പോൾ കപ്പ ഇഷ്ടമാണ്. പക്ഷെ കപ്പയും മീൻകറി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്രയും താല്പര്യമില്ല അവർക്ക്. കപ്പയും കാന്താരിമുളക് ചമ്മന്തി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ട് കപ്പ വാങ്ങിക്കാന്ന് വെച്ച് കാന്താരിമുളകും മേടിക്കണം. കാരണം ഇവിടെ കാന്താരിമുളക് ഇല്ല. റേഷൻ കടയിൽ പോകണം. റേഷൻ കടയിലും പോകണം. റേഷൻ കടയിൽ പോകാൻ എത്ര ദിവസമാണെന്ന് അറിയാമോ പ്ലാൻ ചെയ്യണത്? ഇതുവരെ നടക്കണില്ല റേഷൻ കടയിൽ പോക്ക്. അപ്പം ഇന്ന് റേഷൻ കടയിൽ പോകണം. കപ്പ വാങ്ങിക്കണം. ഡോപ്പിയുടെ നേസൽ സ്പ്രേ വാങ്ങിക്കണം. ഭയങ്കര അലർജി. കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ? തുമ്മി അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതുപോലെ ഒരുപാട് പേർക്കുണ്ട്. ഒത്തിരി പേർക്കുണ്ട് അല്ലേ? രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തുമ്മലാണ്. തുമ്മലാണെന്ന്. അപ്പം ഒരു നേസൽ സ്പ്രേ ഉണ്ടാകും. പക്ഷെ ഡോപ്പിക്ക് അങ്ങനെ ഇങ്ങനെ തുമ്മൽ വരുമ്പോൾ റിലീഫ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ തുളസിയിലയില്ലേ, തുളസിയില എടുത്തിട്ട് ഒരു 3-4 ഇതളല്ല, അങ്ങനെ നമ്മൾ അങ്ങനെ കൂമ്പില്ലേ, അങ്ങനെ ഒരു 3-4 എണ്ണം എടുത്തിട്ട് അതിനകത്ത് അത് ചായ ഇട്ടോ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒരു 4 നാലെണ്ണമല്ല ഇങ്ങനെ നമ്മൾ കൂമ്പ് ഇങ്ങനെ എടുക്കത്തില്ലേ ഒടിച്ച്, അത് അങ്ങനത്തെ ഒരു 4 എണ്ണം എടുത്തിട്ട് തിളപ്പിച്ച് അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം ആക്കണം. അതല്ലേ ഉദ്ദേശിച്ചത്? 1 ഗ്ലാസ് വെള്ളം. അപ്പൊ അതിന്റെ അത് നല്ല ശരിക്കും സത്ത കിട്ടും അതിനകത്ത്. എന്നിട്ട് അത് കുടിക്കുമ്പോൾ ഭയങ്കര റിലീഫാണ്, ഭയങ്കര ആശ്വാസം. ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, ഭയങ്കര ആശ്വാസമാണ്. പറഞ്ഞെടുത്തല്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഈ തുമ്മലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്പെടും കേട്ടോ അങ്ങനെ ചെയ്താൽ. പിന്നെ ഇപ്പോൾ ഇസ്നോഫീലിയ അധികം ആകുമ്പോഴുള്ള തുമ്മലുള്ളവരുണ്ടാവും. ഈ ഒരു സമയത്ത് അങ്ങനെ എല്ലാവർക്കും വരുന്നുണ്ട് ഇസ്നോഫീലിയ വന്നിട്ടുള്ള ഒരു തുമ്മൽ. അതിനാണെങ്കിൽ നമ്മുടെ തുമ്പയില്ലേ, തുമ്പയില്ലേ, കേക്കണ്ട, തുമ്പേൻ്റെ ഇതളെടുത്തിട്ട് സ്മെല്ല് ചെയ്താൽ, അത് രാവിലെ ചെയ്യണം. രാവിലെ അതിൻ്റെ ഇതളെടുത്തിട്ട് സ്മെല്ല് ചെയ്താൽ അതിൻ്റെ തുമ്മലും വ്യത്യാസം ഉണ്ടാവും. കണ്ട വന്നു എന്തോ കൊത്തിക്കൊണ്ടുവരും, അതിനകത്തേക്ക് വയ്ക്കും, പോണ്. നല്ല രസമാണ് കളിയാണ്. 2 പേരും ഉണ്ട്. ഒരാൾ പുളിമരത്തിന്റെ ഏറ്റവും മുകളിൽ പോയി ഇപ്പുണ്ട്. മാറി മാറി വരുക. റംബൂട്ടാണ് ഭയങ്കര വിലയിരിക്കും. മുന്തിരി മേടിക്കട്ടെ? മുന്തിരി പ്ലംസിനോട് എത്രയാണെന്ന് അറിയില്ല. പിന്നെ റംബൂട്ടാൻ എത്രയാണോ?
300 300 വേണ്ട, ഇഷ്ടമല്ല. ഇതെടുത്താലേ മുന്തിരി കുഴപ്പമുണ്ടാവില്ലേ? ഇതിപ്പം വളം മുന്തിരി എത്ര നോക്കാം, നോക്കടി. നോക്കിക്കേ, മതിയല്ലേ? ഒരു 2 അല്ല 4 ചമ്മന്തി. മതി മതി, ധാരാളം. ധാരാളം. മുന്തിരിക്ക് എത്ര? കപ്പ എന്താ വില? കപ്പ എങ്ങനെയാ? കപ്പ കിലോ മുന്തിരി അത് ഞാൻ നോക്കി നോക്കണം മതിയോ? 130 രൂപ ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ. മുന്തിരിക്ക്. ഈ ഞാലിയൊക്കെ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും മതി അത്രയുള്ളൂ. അല്ലേ? ഓണത്തിന് മേടിക്കേണ്ടി വരും. ഓണത്തേക്കാണ് അപ്പൊ ഭയങ്കരമായിട്ട് പഴുത്ത് പോകില്ലല്ലോ അല്ലേ? ഓണത്തിന് മേടിക്കേണ്ടി വരും. ഈ ഭാഗത്ത് കുഴപ്പമില്ല. അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ഒന്ന് നോക്കാം. അപ്പോഴാണ് പഴുത്താണ്, നാളത്തെ ചെറിയ പഴുപ്പാണ്. മറ്റാണെങ്കിൽ കൈ അകത്തേക്കില്ല, അല്ലാതാണ് നല്ല പഴുപ്പെന്ന് പറയുന്നത്. ആണല്ലേ? ഡോപ്പിയുടെ കസിൻ എഡിസനെ കൂട്ടാൻ പോയിട്ടോ. ഇന്ന് നമുക്ക് വെബ് സീരീസിൻ്റെ ഷൂട്ടുണ്ട്. അപ്പം 3:10 ഞാൻ കപ്പ പുഴുങ്ങണമെന്ന്. കപ്പ പുഴുങ്ങിയതും കാന്താരി ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. അപ്പം ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് പണിയൊക്കെ തീർത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേട്ടേ. അപ്പം നമുക്ക് കപ്പ പൊളിക്കാം. ഇതൊരു കഷ്ണം ഞാൻ എടുക്കും കേട്ടോ. ഞാനൊരു കപ്പ പൊളിക്കുന്ന കാര്യത്തിൽ ഞാനത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എക്സ്പേർട്ടല്ലെന്ന് മാത്രമല്ല, ഞാൻ കഷ്ടപ്പെട്ടാണ് കപ്പയൊക്കെ പൊളിക്കുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെ കപ്പയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ കപ്പ വല്ലപ്പോഴും ഉള്ളൂ. ഞങ്ങൾക്ക് കപ്പയൊക്കെ സ്പെഷ്യലാണ്. വല്ലപ്പോഴാണ് കപ്പ ചെയ്യലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇതൊക്കെ ഉള്ള നാട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര ഫാസ്റ്റായിട്ട് കപ്പയൊക്കെ പൊളിച്ച് ചെയ്യുമല്ലോ. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. റബേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കപ്പയെ. അവൾ കപ്പയും കാന്താരി മുളകും ചമ്മന്തി എന്നും പറഞ്ഞ് എപ്പോഴും പറയും. പണ്ടുണ്ടല്ലോ ഞാൻ ചാവറയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മെഗാ മാരേജ് മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. അപ്പോൾ കട്ടപ്പനയിൽ ചേച്ചി, അവിടുത്തെ കട്ടപ്പനത്തെ മാനേജറൊക്കെ വരുമ്പോൾ, ഐസം ചേച്ചിയൊക്കെ വരുമ്പോഴത്തേക്കും കപ്പയും കാന്താരി മുളക് ചമ്മന്തിയൊക്കെ കൊണ്ടുവരും. എന്തൊരു ടേസ്റ്റാണ് എൻ്റെ ദൈവമേ. പൊതിയാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും റവേക്കനെ പോലെ തന്നെയാണ്. എനിക്കങ്ങനെ മീനായിട്ടുള്ള കോമ്പിനേഷനോടൊന്നും അത്ര താല്പര്യമില്ല. കാന്താരി മുളകിൻ്റെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം വെബ് സീരീസിൻ്റെ ഷൂട്ടുള്ളതുകൊണ്ട് നമ്മൾ മാത്രമല്ല, എഡിസൺ ഉണ്ടാവും, ജിജിനും മേൽ ചേച്ചിയൊക്കെ ഉണ്ടാവും. നമ്മളുടെ ആദ്യത്തെ വെബ് സീരീസിൻ്റെത് നമ്മൾ ഇട്ടു കേട്ടോ. നമ്മളത് ഇട്ടു. പിന്നെ എല്ലാവരും കാണാത്തവർ കാണണേ. സി യു തെൽസയിലാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനും ഒക്കെ ഒരു എളുപ്പമായിരിക്കും. ഞാൻ ഇപ്പം ഇച്ചിരി ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. ആ കുട്ടി ഈ കപ്പയുടെ അതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ കപ്പയുടെ ഇങ്ങനത്തെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഈ തൊലി, ഇതിങ്ങനെ അരിഞ്ഞിട്ട് മെഴുക്ക് പുരട്ടി പോലെ കൊണ്ടുവരുമായിരുന്നു. കപ്പയുടെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ ഞാനൊരു ദിവസം അങ്ങനെ ട്രൈ ചെയ്തിട്ട് ശരിയായില്ല. ഭയങ്കര കയ്പ്പ് പോലെ തോന്നി എനിക്ക്. കയ്പ്പ് തോന്നിയതല്ല, കയ്പ്പായിരുന്നു. ശാന്തി എന്നായിരുന്നു എൻ്റെ ആ ഫ്രണ്ടിൻ്റെ പേര്. അവളങ്ങനെ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് ഞാനങ്ങനെയാ ഓർക്കുന്നത്. ഇനി ഓർമ്മപ്പശകാണോന്നറിയില്ല. അവൻ ഇത് പ്രതീക്ഷിച്ചില്ല അല്ലേ? ക്യാമറയും കൊണ്ട് വരുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തില്ലേ ഇവനാ? എടുത്തിട്ടുണ്ട്. എന്ത് പറ്റി? ഇട്ടിട്ടില്ലേ? അപ്പൊ ഇത് എഡിസനെ കൂട്ടാൻ പോയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഡോർഫിന്റെ കസിൻ, ഞങ്ങളുടെ അങ്കിളിന്റെ മോനാണ് അല്ലേടാ? അതായത് ഈ ഡോപ്പി പണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തത് ഇവനെ നായകനാക്കിയാണ്. അതായത് ഇവൻ എത്ര വയസ്സുള്ളപ്പോഴാണ് ഐഡിസ? ഭയങ്കര ചെറുതില്ലേ? ഡോക്യുമെന്ററി നീ കപ്പ കഴിക്കൂല? ഇല്ലേ? ചില ടൈമിൽ മാത്രം എനിക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ. ഇവൻ അങ്ങനെ ഒരു അവതാരമാണ് കേട്ടാ. അതായത് ഇവനെയും കൊണ്ട് പോയാൽ നമുക്ക് സുഖമാ. ഇവനൊന്നും മേടിച്ചു കൊടുക്കണ്ട അല്ലേ? വല്ല പച്ചവെള്ളവും കൊടുത്താൽ കട്ടൻ ചായ കുടിക്കുമോ? കട്ടൻ ചായ കുടിക്കില്ല, പാൽച്ചായ കുടിക്കും. പാൽച്ചായ കുടിക്കും. അത് മാത്രമേ അവരൊരു ആഡംബരമായിട്ടുള്ളൂ. പിന്നെ കാണല്ല.
അപ്പൊ ഭയങ്കര എളുപ്പമാണ്. ഒത്തിരി ചോറൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. ബിരിയാണി ഒന്നും വേണ്ട. ബിരിയാണി ഇഷ്ടമല്ല? ബിരിയാണി ഇഷ്ടമല്ല. ആ ബിരിയാണി ഇത്തിരി ചോറുണ്ടെങ്കിൽ അതുകൊണ്ട് മീൻകറി അല്ലെ? മീൻകറി അതന്നെ അതന്നെ, മീൻകറിയും ചോറും മാത്രം മതി. മീൻകറിയും ചോറും മാത്രം മതിയായിട്ടുള്ള എഡിസൺ. കപ്പ കൂട്ടൂല ഇപ്പൊ? ഇന്ന് കഴിക്കും കപ്പ. കപ്പയും മീൻകറിയൊക്കെ കഴിക്കാം. മീൻകറിയിലെ കാന്താരി ചമ്മന്തിയാ. കാന്താരി ചമ്മന്തിയാണോ? ട്രൈ ചെയ്യാം. ദേ ഞാനേ ഇതിനകത്തിട്ട് ചതച്ചാൽ മതിയല്ല എന്ത് ഉള്ളി. ആ ഉള്ളി ഉള്ളി ഞാൻ ചതക്കണേ. കാന്താരിയോ? കാന്താരി ഇത് ചതച്ച് കഴിഞ്ഞിട്ട് കാന്താരി ചതക്കാം. ചതക്കാം. സെപ്പറേറ്റ് ചതച്ചാൽ മതിയില്ലേ? മതി. എന്നിട്ട് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് എന്റെ പൊന്നെ എനിക്ക് അടിപൊളി. ആ എമ്മ എന്തേടി? നിരഞ്ജന ചോദിച്ചേ ആ നാളെ ഞാന് അവിടെ ദോശ കൊണ്ടുപോകുന്നത്. ദോശ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്കും കൊണ്ടുവരട്ടെ ദോശയാ? ആ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പറയണേ ഇല്ല ഞാൻ കൊണ്ടുവരും. കൊച്ചിന് വേണോ ദോശ? ഞാനും ചോറ് മാത്രം. അവിടെ പൊന്നെടുക്കൂ. അവളെ എടുക്കാറില്ല. ആ അല്ല കൊച്ചെടുത്തോ. ബാഗ് എടുത്ത് അവിടെ താഴെ കൊണ്ട് വെക്കട്ടാ. ഓ താഴെ കളയല്ലേ കൂട്ടാ. ഇന്നെന്താന്നറിയാമോ ചായക്ക്? എന്താണ് എന്താണ്? പഴംപൊരിയാ? അല്ല, കപ്പയും കാന്താരി ചമ്മന്തിയും. ഇഷ്ടപ്പെടില്ലേ? നീയല്ലേ എപ്പോഴും പറഞ്ഞ കപ്പയും കാന്താരി ചമ്മന്തി വേണമെന്ന്. എക്സൈറ്റ് ചെയ്യിക്കാന്ന് വിചാരിച്ചപ്പോളേ, എക്സൈറ്റ്മെന്റ് കാണാന്ന് വിചാരിച്ചപ്പോ ഒന്നും മിണ്ടുന്നില്ല അവള്. വേണ്ട വേണ്ട അഭിനയിക്കണ്ട. കൊണ്ടേ വെക്ക്. അവിടെ വെച്ചോ, ഞാൻ കഴിക്കോളാം. ഉടുപ്പൊക്കെ പോയി മാറിയിട്ട് വാ. ഇവിടെ കാന്താരി ചമ്മന്തി, ഉള്ളി ചമ്മന്തി എന്ന് പറഞ്ഞാൽ രസം. ഉള്ളിയാണ് കൂടുതൽ. എന്താണ് അവിടെ കാണിച്ചോണ്ടിരിക്കണത്? അവിടെ വെച്ച് ഞാൻ കഴിക്കോളാം. അയ്യോ 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 അയ്യോ. ഇപ്പൊ ഉടുപ്പൊക്കെ മാറിയിട്ടാ. ഇടിവിടാ. എന്നിട്ട് അമ്മ വരുന്നു. കൈ പോയിട്ട് പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കപ്പേ ഒട്ടും വെന്തില്ല. സൂപ്പർ കപ്പ അല്ലേ? ഇത് വെന്തു, നല്ല ഭയങ്കരമായിട്ട് വെന്തു. തിന്നിട്ടില്ല. ചൂടല്ലേ? വായിലോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ചൂട് സമയത്ത് എങ്ങനെയുണ്ടമ്മോ? അവിടെ പിന്നെ കപ്പയും കാന്താരിയൊക്കെ കിട്ടിയ വർത്താനൊന്നും വരൂല അല്ലേ? എഡിസന് വേണ്ടിയാണ് നമ്മൾ പാൽച്ചായ വെക്കണത്. പാൽച്ചായ അല്ല, പാൽക്കാപ്പി. പാൽക്കാപ്പി പറഞ്ഞു. എഡിസൺ സ്പെഷ്യലായിട്ട്. ഇവിടൊക്കെ വലുതാകുമ്പോ ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. ഇനി ഓരോ റീൽസ് ഒക്കെ ആന്നേ അല്ലേടി റെബേക്ക? അല്ലേ? രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കണ പോലെ ഓരോ ഇതൊക്കെ ചെയ്യണം. വേറെ മൈൻഡാണ് ഇവര്. എങ്ങനെയുണ്ടെന്ന്? കൊള്ളാവോ? ആണോ? ചമ്മന്തി കൊള്ളാവോ? അടിപൊളി. ഇങ്ങനെ ടേസ്റ്റിലുണ്ടാക്കി വെക്കരുത് ആണല്ലേ? റബിക്ക് ഇഷ്ടപ്പെട്ടാ? ഓ അതെ അതെ. ഞാന് ഒരുത്തൻ അവിടെ നിക്കണുണ്ട്, ചോദിച്ചിട്ട് പറ്റേ. എടാ കപ്പ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? കൊള്ളാമോ? വേണോ? തരട്ടെ? സത്യസന്ധമായിട്ട് അവനാട്ടോ പറഞ്ഞ കപ്പ കൊള്ളാം. ഇനി തരരുതൊന്നല്ലേടാ? എന്താടാ മതിയായി പോയാ? ആ ചമ്മന്തി തീർന്നു പോയാ? നിനക്ക് വേണ്ടതാണോ പറയണ? അപ്പൊ രണ്ട് കപ്പ് കഴിച്ചപ്പോഴാടാ കൊള്ളാം. ഇവള് തിന്ന് നേരത്തെ തിന്നു. കപ്പ തന്നതിന് താങ്ക്സ്. പൈസ ഗൂഗിൾ പേ ചെയ്തേക്കട്ടെ. അതെ അല്ലേ? ഒരൊറ്റ ചവിട്ടുകയാണ് നീ അവിടെ താഴെ കിടക്കും.
വീട്ടിന്റെ 1000 രൂപ കിട്ടിയതിന്റെ 12 ടിക്കറ്റാണ്. 12 ടിക്കറ്റ് ചേച്ചിന് പോയിട്ട് 6000 രൂപ കിട്ടിയാ? അല്ല 1000 രൂപ കിട്ടിയാ? 1000 രൂപ ഒരു ടിക്കറ്റിന് വെച്ച് 12 എണ്ണത്തിന് 12,000 രൂപ. 2000 മീൻ കിട്ടും. അമ്പോ. എത്ര കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് കപ്പ വേണ്ട. എൽസയുടെ കപ്പ ഞാൻ തിന്നു. പക്ഷെ എൽസക്ക് ഇത്തിരി ചിരി കൊടുത്തരാം. ആണെന്ന് എനിക്കത് പറ്റണില്ല, ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. ഇത് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഇനി ഷൂട്ട് ഉണ്ട്, എല്ലാരും ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്, അതിനകത്തേക്ക് പോവാണ്. എല്ലാവരുടെയും കപ്പയൊക്കെ കഴിച്ച് നടക്കുന്നതില്ലേ നിറഞ്ഞാ? അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം. അപ്പൊ ഷൂട്ട് തുടങ്ങാല. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ബോഗൻവില്ല സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.